ചൈനയിൽ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയിലെ 3 പ്രധാന വിമാനത്താവളങ്ങളിൽ അപകട സാധ്യതയുള്ള യാത്രക്കാരെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 200-ലധികം കൊറോണ വൈറസ് കേസുകളും കുറഞ്ഞത് 3 മരണങ്ങളും ഉണ്ടായതായി ചൈനീസ് അധികൃതർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇത്തരം കടുത്ത നടപടികളിലേക്ക് വിമാനത്താവളങ്ങൾ എത്തിച്ചേർന്നത് തന്നെ. ചൈനയുടെ അതിർത്തിക്ക് പുറത്ത് രോഗം പടർന്നതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന അതായത് WHO ബുധനാഴ്ച ഇത് അന്താരാഷ്ട്ര അടിയന്തരാവസ്ഥയാണോ എന്ന് നിർണ്ണയിക്കുകയും ചെയ്യും. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഈ പ്രത്യേക വൈറസ് മനുഷ്യരിൽ മുമ്പ് തിരിച്ചറിഞ്ഞിട്ടുമില്ല താനും. ഇത് ജപ്പാനിലേക്കും ദക്ഷിണ കൊറിയയിലേക്കും വ്യാപിച്ചു കഴിഞ്ഞുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. രോഗികളെ കണ്ടെത്തുന്നതിനായി അമേരിക്കയിലെ 3 വിമാനത്താവളങ്ങളിൽ ചില യാത്രക്കാരെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു. 2019 എൻകോവിയിൽ നിന്ന് അമേരിക്കൻ പൊതുജനങ്ങൾക്കിടയിൽ അപകട സാധ്യത നിലവിൽ കുറവാണെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും CDC സജീവമായ തയ്യാറെടുപ്പ് മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്ന് CDCയുടെ പ്രസ്താവനയിൽ പറയുന്നു. വൈറസ് ഉത്ഭവിച്ച ചൈനയിലെ വുഹാനിൽ നിന്ന് നേരിട്ടോ അനുബന്ധമായ വിമാനത്താവളങ്ങളിൽ അമേരിക്കയിലേക്ക് വരുന്ന യാത്രക്കാർക്ക് സ്ക്രീനിംഗ് പരിമിതപ്പെടുത്തുമെന്ന് CDC അറിയിക്കുകയുണ്ടായി. സാൻ ഫ്രാൻസിസ്കോ രാജ്യാന്തര വിമാനത്താവളം, ന്യൂയോർക്കിലെ ജോൺ F കെന്നഡി രാജ്യാന്തര വിമാനത്താവളം, ലോസ് ആഞ്ചലസ് രാജ്യാന്തര വിമാനത്താവളം എന്നിവിടങ്ങളിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ യാത്രക്കാരെ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ താപനില എടുക്കുകയും രോഗലക്ഷണ ചോദ്യാവലി പൂരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. പനി, ചുമ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ വൈറസിന്റെ ലക്ഷണങ്ങളാണ്. വിമാനത്താവളത്തിൽ ഈ ലക്ഷണങ്ങൾ അനുഭവിക്കുന്നതായി കണ്ടെത്തുന്ന യാത്രക്കാർക്ക് അധിക ആരോഗ്യ വിലയിരുത്തലിന് വിധേയരാകാം. ജലദോഷം മുതൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരെയുള്ള വൈറസുകളുടെ കുടുംബത്തിന്റെ ഭാഗമാണ് കൊറോണ വൈറസ് എന്ന് CDC അഭിപ്രായപ്പെടുന്നു. വൈറസിന്റെ ഈ പ്രത്യേക ലക്ഷണം ഒരുതരം ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നു. ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മനുഷ്യ സമ്പർക്കത്തിലൂടെയും വ്യാപിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പല രോഗികൾക്കും വുഹാനിലെ ഒരു സീഫുഡ് സ്ഥാപനമായും മൃഗവിൽപ്പന മാർക്കറ്റുമായും സമ്പർക്കമുണ്ടായിരുന്നു എന്നും പറയുന്നു. ഇത് വൈറസ് തുടക്കത്തിൽ മൃഗങ്ങളിൽ നിന്ന് ആളുകളിലേക്ക് പടർന്നു എന്ന വിശ്വാസത്തിന് കാരണമായി. ചില രോഗികൾക്ക് മൃഗവിപണിയിൽ ഒരു എക്സ്പോഷറും ഉണ്ടായിട്ടില്ല. ഇത് മനുഷ്യ സമ്പർക്കത്തിലൂടെയും വൈറസ് പടരാൻ കാരണമാകുന്നു എന്ന CDC റിപ്പോർട്ട് ചെയ്യാൻ കാരണമായി. കൂടുതൽ മാരകമായ കേസുകളിൽ കൊറോണ വൈറസുകളിൽ ന്യൂമോണിയ, വൃക്ക തകരാറ്, മരണം എന്നിവയ്ക്ക് കാരണമാകും. നിലവിലെ കൊറോണ വൈറസിന് ഇരയായ 3 പേർക്കും നേരത്തെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് CDC പറഞ്ഞു. ജനിതക കോഡിന്റെ വിശകലനത്തിൽ വൈറസ് കടുത്ത അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോമുമായി സാമ്യമുണ്ടെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. 2003 ഫെബ്രുവരിയിലാണ് ഏഷ്യയിൽ SARS ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് നിയന്ത്രിതമാക്കുന്നതിന് മുമ്പ് 2 ഡസനിലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതായി CDC റിപ്പോർട്ട് ചെയ്തു. പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് കുറഞ്ഞത് 8000 ആളുകൾ SARS രോഗബാധിതരായി. 800ഓളം പേർ മരിച്ചു. കൊറോണ വൈറസുകൾക്ക് പ്രത്യേക ചികിത്സയില്ലെന്ന് ലോകാരോഗ്യ സംഘടനയിലെ ഡോക്ടർ മരിയ വാൻ കെർക്കോവ് അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാലും ഓരോ വൈറസിന്റെ പ്രത്യേക ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കാവുന്നതുമാണ്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകഴുകുക, തുമ്മുമ്പോൾ കൈമുട്ടുകൊണ്ട് തടയുക തുടങ്ങിയ അടിസ്ഥാന ശ്വസന ശുചിത്വം പാലിക്കുന്നതിലൂടെ ആളുകൾ അണുബാധയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ സഹായമാകും. എല്ലാ മാംസവും കഴിക്കുന്നതിന് മുമ്പ് ശരിയായി പാകം ചെയ്തിട്ടുണ്ടോ എന്നും ജീവിച്ചിരിക്കുന്ന മൃഗങ്ങളുമായുള്ള അനാവശ്യ സമ്പർക്കം ഒഴിവാക്കണമെന്നും കെർക്കോവ് അഭിപ്രായപ്പെടുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.